സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ആഴ്ചവട്ടത്തിൽ ഒന്നാം നാൾ ആദ്യപിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ കൂടി വന്നു എന്നെഴുതിയിരിക്കുന്ന ക്രമപ്രകാരം രാജാതി രാജാവും കർത്താതി കർത്താവുമായ സർവശക്തനായ ദൈവത്തെ രാവിലെ ഹൃദയം തുറന്ന് ആരാധിക്കാൻ. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഹൃദയം തുറന്ന് എന്തെങ്കിലും പറയാനും ഉള്ള ഒറ്റ സ്ഥലം ദൈവത്തിൻ്റെ സന്നിധി മാത്രമേ ഉള്ളൂ. വേറെ ആരോട് പറഞ്ഞാലും അന്വേഷണം ലീക്കാവും. ആരോട് പറഞ്ഞാലും ആ വാർത്തകളൊക്കെ പുറമേ ചിരിച്ചു കാണിച്ചാലും അവരകത്തുനിന്ന് പറയും അങ്ങനെ വരണമെന്ന് പറയും. എന്നാൽ ഒരിക്കലും നമ്മളെ കൈവിടാത്ത ഏതു കാര്യം തുറന്നു പറയാൻ കഴിയുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ പാദപീഠമാണ്. ഹന്നയുടെ വീട്ടിൽ വലിയ പ്രസിദ്ധിയായിരുന്നു. അവിടെ വീട്ടിൽ അവർക്കൊരു പ്രതിയോഗിയുണ്ട്. എല്ലാവർക്കും അവിടെ പ്രതിയോഗികളുണ്ട്. പുറത്തുനിന്നല്ല, അകത്തുനിന്ന്. ദൈവത്തിന് സ്തോത്രം. അവളെ നിരന്തരം കുത്തി നോവിക്കുകയാണ്. എന്ത് പറഞ്ഞാൽ കുത്തി നോവിക്കുന്നത്? അവിടെ ജീവിതത്തിൽ വന്ന ന്യൂനതകൾ, ഇല്ലായ്മകൾ പറഞ്ഞാണ്. അവിടെ ജീവിതത്തിൽ വന്ന പോരായ്മകൾ പറഞ്ഞാണ്. കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളോട് നമ്മൾ നീ കണ്ണിന് പൊട്ടനാ എന്ന് പറഞ്ഞാൽ പറയുന്നവർക്കൊരു സുഖമുണ്ടെങ്കിലും കേൾക്കുന്നവരകത്ത് ഒരു വലിയ വേദനയാണ്. കർത്താവേ, ഞാൻ കണ്ണുപൊട്ടനായിട്ടാണല്ലോ എന്നെ അങ്ങനെ കളിയാക്കിയത്. പറഞ്ഞില്ലേലും മനസ്സിൻ്റെ അകത്ത് ഒരു തേങ്ങലുണ്ടാകും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവൻ്റെ ന്യൂനതകൾ തുറന്നു പറഞ്ഞ് അവനെ അവമാനിക്കുന്നതാണ്. ഹന്നയ്ക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ വിഷയത്തിൻ്റെ മറുപടി അവൻ ഭർത്താവിന് തരാൻ കഴിയത്തില്ല, മറ്റും ഈ വീട്ടിലുള്ള ആർക്കും തരാൻ കഴിയത്തില്ല. എൻ്റെ ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം ആലയത്തിലേ ഉള്ളൂ. അതുകൊണ്ടാണ് ആലയത്തിൽ വരണമെന്ന് പറയുന്നത്. ആലയത്തിൽ വന്നിട്ടൊരു മൂലയ്ക്കിരുന്ന് അവിടെ കരയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എൻ്റെ പ്രതിയോഗിയുടെ മുമ്പിൽ ഒരു വിടുതൽ എനിക്ക് തരണമേ. അവിടെ കണ്ണുനീരിനെ സ്വർഗം കണ്ടു. ബൈബിളിൽ പറയുന്നത്, പിന്നെ ഹന്നയുടെ മുഖം വാടിയതുമില്ല. നിന്റെ മുഖം ഇന്ന് വാടി വന്നെങ്കിൽ തിരിച്ചു പോകുമ്പോൾ വാടാതെ വിടാൻ കഴിയുന്ന ഒറ്റയാളേ ഉള്ളൂ. കരമടിച്ച് ഉറക്ക സ്തോത്രം പറഞ്ഞാട്ടെ. വാടാതെ വിടാൻ കഴിയുന്ന, നിന്റെ മുഖത്തിന് വാട്ടം വരുത്താതെ നിന്നെ വിടാൻ കഴിയുന്ന ഒരാളെ ഭൂമിയിലുള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. പുരോഹിതന് പോലും മനസ്സിലായില്ല അവിടെ വേദന എന്താണെന്ന്. പക്ഷെ ദൈവത്തിന് മനസ്സിലായി. ദൈവത്തിന് മനസ്സിലായി. സഭായോഗത്തിന് വരുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ നമ്മുടെ അകത്തൊരു കൺഫർമേഷൻ ദൈവം തരും. ഇന്നത്തെ ഇന്ന് രാവിലത്തെ വർഷിപ്പ് വളരെ മനോഹരമായിരുന്നു. നല്ല സങ്കീർത്തനത്തിൽ പ്രബോധനം കിട്ടി. നല്ലൊരു നിങ്ങൾക്ക് മിസ് ചെയ്യുന്നെങ്കിൽ ഒരു ആരാധന മിസ് ചെയ്യുന്ന പോലെയാണ് ആദ്യത്തെ 1.25 മണിക്കൂർ. നിങ്ങളുടെ പ്രാരംഭത്തിൽ തന്നെ ദൈവം സംസാരിക്കുന്ന ഒരു സമയമാണ്. അതിനെ നിങ്ങളെ നിസ്സാരമായി കാണല്ല. അങ്ങനെ 2.5-3 മണിക്കൂറേ കിട്ടുന്നുള്ളൂ. അതിനകത്ത് ഓരോ സെക്കൻഡും നമുക്ക് വളരെ വിലയേറിയതാണ്. അതിനകത്തൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ ദൈവത്തിന് ദൂതുകളുണ്ട് എന്ന് ഇന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഞാൻ സ്നേഹമായി പറയുന്നു, ഇന്നത്തെ ആരാധനയിൽ അവന് ഭാരമൊഴിഞ്ഞ്, ബൈബിളിൻ്റെ ഭാഷയെ പറയാം, കൊട്ട വിട്ടൊഴിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ, ഭാരം ഒഴിഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ കർത്താവ് സഹായിക്കുന്നത് ഓർത്ത് കരം പിടിച്ച് ഒരിക്കൽ കൂടെ സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മൾ സംസാരിച്ച് വരുന്നത് അകത്തെ മനുഷ്യൻ പുറത്തെ മനുഷ്യൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സീരിയലായി നമ്മൾ സംസാരിച്ച് വരികയാണ്. അതിൽ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്, ദൈവത്തിൻ്റെ മുമ്പിൽ നേരോട് നിർഭയമായി നിന്നാൽ ദൈവം പ്രവർത്തിക്കുക ദൈവമാണെന്ന് നമ്മൾ സംസാരിച്ചു. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ച് വന്നത്, സ്വപ്നത്തിൽ ഇടപെടുന്ന ദൈവം യാക്കോബിന് വേണ്ടി സ്വപ്നത്തിൽ ഇടപെട്ട് ആമേൻ ലാബാനോട് സ്വപ്നത്തിൽ ഇടപെട്ട യാക്കോബിനെ ആമേൻ മാനിച്ച ദൈവത്തെക്കുറിച്ച് നമ്മൾക്ക് കഴിഞ്ഞ ആഴ്ച കേൾക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ബാക്കി ഇന്ന് സ്വപ്നത്തിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ മറ്റൊരു പ്രവൃത്തി പറയാനാണ് ഞാൻ ആഗ്രഹിച്ചൊരുങ്ങി പ്രാർത്ഥിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു വാക്യം എൻ്റെ ഹൃദയത്തിൽ വളരെ ശക്തമായി ആഞ്ഞു തറച്ചു. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി
കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ ബാക്കി അടുത്ത ആഴ്ച ഞാൻ സംസാരിക്കുന്നതായിരിക്കും. നിങ്ങളോട് പറയാനായിട്ട് ദൈവം എന്നെ ഒരു പ്രത്യേക ദൂത് ഇന്ന് വാക്കാൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഈ ആഴ്ച തന്നെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് മാറിപ്പോവും. അതുകൊണ്ട് പരിശുദ്ധനെ പറഞ്ഞു ഇന്ന് ഈ ദൂത് പറയാൻ പറഞ്ഞതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനെ അടുത്ത ആഴ്ച പറയുന്നതായിരിക്കും. എന്നാൽ നിങ്ങളോട് ഇന്ന് ഞാൻ ഇനി വായിക്കാൻ പോകുന്ന വചനത്തിലെ കൂടെ ദൈവത്തിനോട് സംസാരിക്കാൻ പോകുകയാണ്. ഏത് ഹൃദയ നിലബരത്തോടെ വരുന്നോ അവരോട് ദൈവം സംസാരിക്കും. പാസ്റ്റർമാരിൽ കൂടെ ദൈവം ഇടപെട്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അവർ സാധാരണ മനുഷ്യരാണ്, ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്. അത് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അതിൽ വിടുതലായി മാറണം. ഡോക്ടർമാരെ ചീട്ടെടുത്തു, ഡോക്ടറെ കണ്ടു, എക്സ്റേ എടുത്ത്, സ്കാൻ ചെയ്തു, ആമേൻ. ഡോക്ടറെ അടുക്ക ചെന്ന് ഡോക്ടർ മരുന്ന് കുറിച്ചതിന് ഡോക്ടർ പറയും ഈ മരുന്ന് മേടിച്ചിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ആഹാരത്തിന് മുമ്പോ ആഹാരത്തിന് പിൻപോ അത് കഴിക്കണം. അതിന് ഇന്ന കാര്യങ്ങൾ അതിനെ കഴിക്കരുത്, ഇന്ന കാര്യങ്ങൾ കുടിക്കരുത്, ഒരു ചിട്ട നമുക്ക് പറഞ്ഞു തരും. അതനുസരിക്കുമ്പോഴാണ് ആ രോഗത്തിന് വിടുതലുണ്ടാകുന്നത്. ഡോക്ടറെ കണ്ടതുകൊണ്ടോ മരുന്ന് മേടിച്ചത് കൊണ്ടോ പൈസ മുടക്കിയത് കൊണ്ടോ സ്കാൻ ചെയ്തത് കൊണ്ടോ ഒന്നും വിടുതലാകത്തില്ല. ഡോക്ടർ പറയുന്ന അനുസരിക്കുമ്പോഴാണ് അത് സൗഖ്യമായി മാറുന്നത്. പാസ്റ്റർമാരെ ഞങ്ങൾ പ്രസംഗിക്കും, നിങ്ങളത് കേൾക്കും. പക്ഷെ കേൾക്കുക മാത്രമല്ല, ആ ജീവിതത്തെ പ്രാവർത്തികമാക്കുമ്പോഴാണ് അതിനത് വിടുതലുണ്ടാകുന്നത്. അത് കേട്ടത് കൊണ്ടോ വന്നത് കൊണ്ടോ യോഗത്തിലിടയ്ക്ക് ഇരുന്നത് കൊണ്ടോ യാതൊരു പ്രയോജനം നമുക്കില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, ഇന്ന് ഒരത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യും. എല്ലാവർക്കും ഇല്ല, വിശ്വസിച്ച് സ്തോത്രം പറയുന്നവർക്ക് ഓറാ ഭാഷ ഇന്ന് കരങ്ങൾ അടിച്ച് നന്ദി പറഞ്ഞാട്ടെ. ഇന്ന് പലക്കാലം ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യും. ഇന്നെൻ്റെ ജീവിതത്തിലെ മിറക്കിൾ ഡേ ആണ്. ഇന്നെൻ്റെ ജീവിതത്തിലെ അത്ഭുതത്തിൻ്റെ ആമേൻ പകലാണ് ഞാൻ വിശ്വസിക്കുന്നു. 2 ശമൂവേലിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 4 മുതൽ 2 2 സാമുവേൽ ചാപ്റ്റർ 5 4-10 ആണ് വായിക്കേണ്ടത്. ദാവീദ് വായിച്ചു തുടങ്ങിയപ്പോൾ അവന് 30 വയസ്സായിരുന്നു. അതിനകത്ത് ഒരു വരി മേപ്പെട്ട് കയറ്റി വായിച്ചോട്ടെ. ഇങ്ങനെ ഇസ്രായേൽ മൂപ്പന്മാരൊക്കെയും ഹെബ്രോനിൽ രാജാവിന്റെ അടുക്കൽ വന്നു. ദാവീദ് രാജാവ് ഹെബ്രോനിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ അവരോട് ഉടമ്പടി ചെയ്തു. അവർ ദാവീദിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ദാവീദ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 30 വയസ്സായിരുന്നു. അവൻ 40 സംവത്സരം വാണു. അവൻ ഹെബ്രോനിൽ യഹൂദായ്ക്ക് 7 സംവത്സരവും 6 മാസവും യെരൂശലേമിൽ എല്ലാ ഇസ്രായേലിനും യഹൂദായ്ക്കും 33 സംവത്സരവും രാജാവായി വാണു. രാജാവും അവൻ്റെ ആളുകളും യെരൂശലേമിലേക്ക് ആ ദേശത്തെ നിവാസികളായ യെബൂസ്യരുടെ നേരെ പുറപ്പെട്ടു. ദാവീദിന് അവിടെ കടപ്പാൻ കഴിയുകയില്ലെന്ന് വെച്ച് അവർ ദാവീദിനോട്, നീ ഇവിടെ കടക്കയില്ല, നിന്നെ തടുപ്പാൻ കുരുടരും മുടന്തരും മതി എന്ന് പറഞ്ഞു. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ച്, അത് തന്നെ ദാവീദിന്റെ നഗരം. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു, അത് തന്നെ ദാവീദിന്റെ നഗരം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നഷ്ടപ്പെട്ട ചില സിയോൻ കോട്ടകൾ തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. കൈയടിച്ച് സ്വാഗതം പറഞ്ഞാട്ടെ. ഈ ഞായറാഴ്ച നിങ്ങളോട് പറയാൻ ദൈവനെ ഏൽപ്പിച്ച ദൂത്, നഷ്ടപ്പെട്ട സിയോൻ കോട്ട ദാവീദ് വീണ്ടും പിടിച്ചു. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കട്ടെ. നഷ്ടപ്പെട്ട ചിലത് തിരിച്ചു പിടിക്കുന്ന ദിവസമാണ് ഇന്ന് വക. ആമേൻ. ഒത്തിരി കാര്യം ഇന്നത്തെ എന്നോട് ദൈവം സംസാരിച്ചു, ഒത്തിരി കാര്യങ്ങൾ. അത് ഈ സമയം കൊണ്ട് പറയാനൊക്കെ പോയെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഉള്ള സമയം കൊണ്ട് ഞാൻ പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. എല്ലാവരും അലർട്ടായിട്ടിരിക്കണം. ശൗൽ അവിശ്വസ്തനായപ്പോൾ ശൗലിന് പകരമായി ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തു. ദാവീദിന്റെ വീട്ടിൽ തടിമെടുക്കുള്ള 7 ചേട്ടന്മാരുണ്ടായിരുന്നു. അവരെ അഭിഷേകം ചെയ്ത കൊള്ളാമെന്ന് ശമൂവേലിന് പോലും ആഗ്രഹമുണ്ടായിരുന്നു. അവരെ വണ്ണവും പൊക്കവും അവരെ പേഴ്സണാലിറ്റി നോക്കിയപ്പോൾ ശമൂവേൽ ചിന്തിച്ചു, അവൻ തന്നെ ആയിരിക്കുമെന്ന്. ദൈവം അടിയന്തരമായി ഇടപെട്ട് പറഞ്ഞു, അവനെ ശമൂവേലെ, ഞാൻ അവരെ ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല, ഞാൻ ഒരുവനെ കണ്ടിട്ടുണ്ട്. വണ്ണവും തടിയും പൊക്കവും നോക്കി നാട്ടുകാർ പല സെലക്ട് ചെയ്യുമ്പോൾ
പേഴ്സണാലിറ്റി ഇല്ലാത്ത നിന്നെ തിരഞ്ഞെടുക്കാൻ ദൈവത്തിന് പദ്ധതി തോന്നിയെന്ന് ഇന്ന് പറഞ്ഞ് നീ വിശ്വസിക്കണം. ആമേൻ. പുൽപ്പറങ്ങൾ ആട് മേടിച്ചുകൊണ്ടിരുന്ന ദാവീദ്, അവനെ ആളയച്ച് ഇശായി വരുത്തി, അവനെ സഹോദരന്മാരെ നടുവിൽ വെച്ച് തൈലക്കൊമ്പെടുത്ത് അവനെ അഭിഷേകം ചെയ്തു ഇസ്രായേലിന്റെ രാജാവായി. സ്തോത്രം. എല്ലാവരും കാണിക്കേ. ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് പറയുന്നു, നീ അല്പകാലം നീ ഒളിച്ചിരിക്കേണ്ടി വന്നാലും നിന്റെ ക്ലോക്ക് സമയമാകുമ്പോഴല്ല, ദൈവത്തിൻ്റെ ക്ലോക്ക് സമയമാകുമ്പോൾ നിന്നെ അവിടുന്ന് പൊക്കിയെടുക്കുന്നൊരു ദൈവമുണ്ട്, നമ്മുടെ ദൈവം. ഇന്ന് നീ രഹസ്യ വിശ്വാസിയാണെങ്കിൽ നീ പരസ്യമായി നിന്നെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ടെന്ന് ഇന്ന് പകൽ നീ ആത്മാവിൽ തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. അപ്പം നമ്മുടെ ചിന്ത, എല്ലാവരും കാണുക തൈലക്കൊമ്പെടുത്ത് ദാവീദിനെ അഭിഷേകം ചെയ്ത് പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് ദാവീദ് കയറി രാജാവായെന്ന. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ല, പിന്നെ ഒത്തിരി സമയമെടുത്തു. ഇന്നലെ അഭിഷേകം കിട്ടി, ഇന്ന് ചാടിക്കാരൻ ഒക്കത്തില്ല. പരമൻ പാസ്റ്റർ, ഞാൻ വിശ്വാസി ഇത്ര നാളെ ഇതുവരെ എനിക്കൊരു ഗതി പിടിച്ചില്ല, ഒരു നന്മയോ ഉണ്ടായിട്ടില്ല, ഞാൻ ആഗ്രഹിച്ചവരൊന്നും നടക്കുന്നില്ല. ഇല്ല കുഞ്ഞ്, നിന്റെ സമയത്ത് അത് നടക്കത്തില്ല. അഭിഷേകം കിട്ടിയ കാര്യം ശരിയാ, രക്ഷിക്കപ്പെട്ടു കാര്യം ശരിയാ, സ്നാനപ്പെട്ടു കാര്യം ശരിയാ, നീ ദൈവസഭയ്ക്കകത്ത് വന്നു കാര്യം ശരിയാ. പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് നിനക്കൊരു അഭിഷേക ദിവസമുണ്ട്. അതുവരെ നീ പിടിച്ചു നിൽക്കണം. താമസിക്കുന്നെന്ന് പറഞ്ഞ് തിരിച്ചോടാനല്ല, പിടിച്ചു നിൽക്കുന്നവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറ. ഇന്ന് വർക്കാനം എൻ്റെ അഭിഷേകത്തിൻ്റെ, എൻ്റെ വിടുതലിൻ്റെ ആമേൻ എൻ്റെ മേൽ വ്യാപരിക്കുന്ന ശക്തിയുടെ മേലൊരു കൃപ ദൈവം പകരുകയാണ്. ആമേൻ. അഭിഷേകത്തിന് തലയെ വീണപ്പോൾ മുതൽ ദാവീദിന് മേൽ പോരാട്ടങ്ങൾ ആരംഭിച്ചു. 1-2 പോരാട്ടങ്ങളല്ല, പോരാട്ടങ്ങളുടെ നീണ്ട ഘോഷയാത്ര. കൃപയിലേക്ക് നീ വരുമ്പോൾ ഇല്ലാത്ത ശത്രുക്കൾ കൂടും. നിന്റെ അഭിഷേകം ചോർത്തിക്കളയാൻ, നിന്റെ ആത്മീയം ചോർത്തിക്കളയുവാൻ, നിന്റെ കയ്യടി ഇല്ലാതാക്കാൻ, നിന്റെ ആരാധന ഇല്ലാതാക്കാൻ, നിന്റെ ദേശത്ത് നിന്ന് പറിച്ചു കളയാൻ അന്ന് മുതൽ പോരാട്ടം തുടങ്ങും. എന്നാൽ ഇന്ന് പകരം ആത്മാവ് പറയുന്നു, പോരാട്ടം വരുമ്പോൾ നീ പുറകോട്ടോടല്ലേ, നിനക്ക് വേണ്ടി ഒരു അഭിഷേക ദിവസം ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. എല്ലാവരും കരങ്ങൾ അടിച്ച് ഇന്നത്തെ ആരാധിച്ചൊരു വിടുതൽ, ആരാധിച്ചൊരു വിടുതൽ. സ്തോത്ര 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 സ്തോത്രം. പാസ്റ്ററെ, എന്നോട് എന്താ എത്ര വലിയ പോരാട്ടം? അവക്കും അതില്ലല്ലോ, എനിക്കെന്താ ഇങ്ങനെ പോരാട്ടം? നീ പൊന്നു പോലെ പുറത്ത് വരുവാൻ നിന്നെ കഷ്ടത്തിലെ തീച്ചക്കൂടി ദൈവം കടത്തിവിട്ടുകൊണ്ടിരിക്കുക. നിനക്കൊരു ശുശ്രൂഷയുണ്ട്, നിനക്കൊരു ഭാവിയുണ്ട്, നിന്നെ കൊണ്ട് ദൈവത്തിന് ചിലത് ചെയ്യിക്കാനുണ്ട്. നീ ആൾ മാറിയവനായി മാറാൻ പോകുകയാണ്, നീ ആൾ മാറിയവളായി മാറാൻ പോകുകയാണ്. നിന്റെ കെട്ട് ഇന്ന് പകൽ പൊട്ടുകയാണ്. യേശുവിൻ്റെ നാമത്തെ നീ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ വീട്ടിൽ ഇന്ന് പകൽ ആരംഭിക്കുകയാണ്. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് ഇന്ന് പകൽ നീ ആത്മാവിൽ തിരിച്ചറിയണം. സ്തോത്രം 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 സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ചെയ്യാം. സിംഹം വരുന്നു, കരടി വരുന്നു, അഭിഷേകം നഷ്ടപ്പെട്ട ശൗല് വരുന്നു. ദൈവത്തിന് സ്തോത്രം. അബ്ശാലോം വരുന്നു. ആരും ചെറിയ പുള്ളികളല്ല, എല്ലാം വലിയ വലിയ പുള്ളികളാണ്. ഇതിനകത്ത് അപ്പുറത്തായിട്ട് വേറൊരു പുള്ളി വരുന്നു, ഗോലിയാത്ത്. 39-40 ദിവസം നിന്ന് വിളിക്കുന്ന, നിന്ന് പോരാടുന്ന, ആർക്കും അടുക്കാനൊക്കാത്തൊരു വലിയ ശത്രു നിന്ന് പോരാടുകയാണ്. 1-2 ദിവസമില്ല പാസ്റ്ററെ, 40 ദിവസമൊക്കെ പോരാടുന്നത്. എല്ലാവരും പുറകോട്ട് മാറുമ്പോൾ അഭിഷേകമുള്ള മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അതിനെ ജയിക്കാനായിട്ട്. ഇന്നിപ്പോൾ എനിക്ക് വിശദീകരിച്ച് പറയാൻ നേരമില്ല, ദൂതുകൾ മാത്രമേ പറയുന്നുള്ളൂ. നിന്റെ നന്മകളെ ചോർത്താൻ വർഷങ്ങളായി നിന്ന് വെല്ലുവിളിക്കുന്ന
ചില ഗോല്യാത്തിന്റെ ശക്തികൾ ഇന്നത്തെ ആരാധനയിൽ യേശുവിൻ്റെ നാമത്തിൽ നീ ആത്മാവിൽ പോരാടി അതിനെ ജയിക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ആ ദൈവശക്തി വ്യാപരിച്ച് അത് കൃപയായി വ്യാപരിക്കട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാവരും കൈയടിച്ച് അല്പസമയം ദൈവത്തെ ഒന്ന് ആരാധിച്ച്. Rabal, Rabala, Raudaba, Lecha, Sambala, Delada, Raudi, the Lechas. ഒരു കാര്യം ഞാൻ പറയാം, ഇത് പെന്തക്കോസ് ആരാധനാലയമാണ്. ഇവിടെ ഹോളിനകത്തിരിക്കുന്നവർക്ക് മാത്രമല്ല പുറത്തിരിക്കുന്നവർക്കും ആരാധിക്കാം. നിങ്ങൾ പുറത്തായത് കൊണ്ട് ആരാധിക്കല്ലെന്നില്ല, നിങ്ങളുടെ ആരാധന ദൈവം കാണത്തില്ലെന്നുമില്ല. ഇവിടെ ഇരിക്കുന്നവർ തന്നെ നിങ്ങൾക്ക് വെളിയിലിരുന്നും ദൈവത്തെ ആരാധിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നിങ്ങൾ പുറത്ത് ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ കാര്യം, ഈ ആരാധനാലയത്തിൽ പരിശുദ്ധമ്മ നിങ്ങൾക്ക് ലീഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ആഞ്ഞു കൈയടിക്കാൻ തടസ്സമില്ല, തുള്ളുന്നതിന് പ്രയാസമില്ല, ചാടുന്നതിന് ഇവിടെ ഒരു പ്രയാസവുമില്ല. ആമേ, ദാവീദ് ദൈവത്തിൻ്റെ പെട്ടകത്തിന് കുതിച്ചു ചാടി നൃത്തം ചെയ്തപ്പോൾ മീഖൽ പറയുക, രാജാവായ ഡീസൻ്റ് വേണം, രാജാവായാലും ഇങ്ങനെ തുള്ളി ചാടല്ലേ, രാജാവാണെങ്കിൽ ബഹുമാനത്തോടെ ഡീസൻ്റായിട്ട് അമ്മയെ കാലും വെച്ച് കൈയും കെട്ടി ഇരുന്നോണോ, രാജാവാ, പിന്നെ വാ തുറക്കല്ലേ, പിന്നെ കൈയടിക്കല്ലേ, സ്തോത്രം പറയല്ലേ. എനിക്കൊരു മാന്യതയുണ്ട്, എൻ്റെ മാന്യതയ്ക്കനുസരിച്ച് വേണം രാജാവ് നിൽക്കാൻ, എൻ്റെ ഭർത്താവാന്ന് ഓർത്തോണം. ആമേൻ. ദാവീദ് പറഞ്ഞു കാണും, അവിടെ എഴുതിയിട്ടില്ല, എടീ നിൻ്റെ അപ്പ റോഡിൽ കിടന്ന് ആമേൻ തുള്ളിച്ചാടിയ മനുഷ്യനാ, നീ ആ മനുഷ്യൻ്റെ മോനാ. രണ്ടാം തലമുറ വന്നപ്പോൾ കൈയടിക്കുന്ന നാണം കേട്, വാ തുറക്കുന്ന നാണം കേട്, സ്തോത്രം പറയുന്ന നാണം കേട്. എന്നിട്ട് അവൻ പറയാ, എനിക്ക് അങ്ങനെ അടയിരിക്കാൻ ഒക്കത്തില്ല. എൻ്റെ തടിമിടുക്കുള്ള 7 ചേട്ടന്മാർ നോക്കി നിൽക്കുമ്പോൾ കാട്ടിക്കിടന്ന എന്നെ നാട്ടിൽ കൊണ്ടുവന്ന് രാജാവാക്കിയ യഹോവയായ ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുമ്പിൽ ഇതിലധികമായി ഞാൻ കുതിച്ചു ചാടി നൃത്തം ചെയ്യും. ഞാൻ ആരെ നോക്കത്തില്ല, ഞാൻ ആരെ നോക്കത്തില്ല. എൻ്റെ പൊസിഷൻ എനിക്ക് വിഷയമല്ല, എൻ്റെ വണ്ടി വിഷയമല്ല, എൻ്റെ ജോലി വിഷയമല്ല, എൻ്റെ ഡ്രസ്സ് വിഷയമല്ല. ഞാൻ ദൈവത്തെ തുള്ളിച്ചാടി ആരാധിക്കും. ദൈവസന്നിധി വരുമ്പോൾ പരിസരം മറന്ന് ആരാധിക്കണം, ശരീരം മറന്ന് ആരാധിക്കണം, വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. നിന്റെ ശരീരം കൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആമേൻ. ബൈബിളിൽ വാക്യമുണ്ട് കേട്ടോ, ബൈബിൾ വാക്യമുണ്ട്, ദൈവത്തെ ദൈവം അറിഞ്ഞ് മഹത്വപ്പെടുത്തണം. മറ്റു ദൈവങ്ങളുടെ കൂട്ടത്തിൽ ദൈവമായിട്ടല്ല, മറ്റു ദേവന്മാരെ കൂട്ടത്തിൽ ദൈവമായിട്ടല്ല, ഒറ്റ ദൈവമേ ഉള്ളൂ, അത് നമ്മുടെ ദൈവമാണ്. കൈയടിച്ച് സ്വന്തം, ഒറ്റ ദൈവമേ ഉള്ളൂ, ദൈവം ഒന്നേ ഉള്ളൂ, അത് നമ്മുടെ ദൈവമാ. യെസ്, ഹല്ലേലൂയ. ഒമിനിപോട്ടന്റ്, ഒമിനിപ്രസന്റ്, സർവവ്യാപി, സർവശക്തൻ, ആ ദൈവത്തെ ഞാൻ സേവിക്കുന്നത്. സ്തോത്രം. ആരും ആരാധിച്ചില്ലെങ്കിലും ബൈബിളിൽ ദുഃഖകരമായ വാക്യം കേട്ടോ, ഈ ഭാര്യയ്ക്ക്, ശൗലിൻ്റെ മകൾക്ക് ദാവീദിൽ തലമുറ ഉണ്ടായില്ല കേട്ടോ, ആരാധിക്കുന്നവനിൽ തലമുറ ഉണ്ടായില്ല. നീ ആരാധിച്ചാലുണ്ടല്ലോ, ദൈവത്തെ കളിയാക്കിയാൽ പല നന്മയും മുടങ്ങും. ഇന്ന് നന്മകൾ മടക്കി കിട്ടുന്ന ദിവസമാണ്.
ഞാൻ ആ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് നമ്മുടെ വചനത്തിലേക്ക് വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഇത്രയും ഘോഷയാത്രകളൊക്കെ വന്നിട്ടും ദാവീദ് എല്ലാം ജയിച്ചു, ഒന്നൊന്നായിട്ട് ജയിച്ചു. സിംഹത്തെയും കരടിയെയും ശൗലിനെയും എല്ലാവരെയും ജയിച്ചെങ്കിലും അവനെ രാജാവാകാൻ പിന്നെ താമസിച്ചു. ഇടയ്ക്കത്തെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ എല്ലാം ഒന്ന് ഒതുങ്ങിയപ്പോൾ യഹൂദരെയും ഇസ്രായേലിലെ പ്രഭുക്കന്മാർ വന്ന് പറഞ്ഞു, ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ശൗലും മരിച്ചുപോയി, ഇനി നമുക്ക് ദാവീദിനെ രാജാവായിട്ട് എന്ത് ചെയ്യണം? അഭിഷേകം ചെയ്യണം. അതാണ് 5:3. ഇങ്ങനെ ഇസ്രായേൽ മൂപ്പന്മാരൊക്കെ ഫിലിപ്പ് ഹെബ്രോനിൽ രാജാവിൻ്റെ അടുക്കൽ വന്നു. ദാവീദ് രാജാവ് ഹെബ്രോനിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ അവരോട് ഉടമ്പടി ചെയ്തു. അപ്പോൾ ദാവീദിന് ഇസ്രായേലിന് രാജാവായിട്ട് എന്ത് ചെയ്തു? അപ്പോൾ ഇപ്പോഴാണ് എന്ത് ചെയ്ത് ശരിയായ കസേരയിലോട്ട് വരുന്നത്. ഇത്രയും നാൾ ട്രെയിനിങ് ആയിരുന്നു. രാജാവായി കഴിയുമ്പോൾ ഭരിക്കാനുള്ള ട്രെയിനിങ് അത് എവിടേക്കെയാണ്? വനാന്തരത്തിൽ കൂടെ അവിടെ ഇവിടെ കൂടെ ഓടിച്ച് ചാടിച്ച് ബഹളം ഉണ്ടാക്കി അവൻ്റെ ട്രെയിനിങ് എല്ലാം കൊടുത്ത് അവനെ കൊണ്ടുവന്നു. ഇപ്പോൾ അവൻ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ദാവീദ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 30 വയസ്സായിരുന്നു. അപ്പോൾ ഈ ശരിയായി രാജാവായിട്ട് അവന് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 30 വയസ്സായിരുന്നു. അവൻ 40 സംവത്സരം വാണു. അപ്പോൾ 40 വർഷമാണ് ദാവീദ് രാജാവായി വാണം. അപ്പം 40 വർഷം രാജാവായി വാഴണമെങ്കിൽ ഇത്രയും പോരാട്ടത്തിലൂടെ പോയാലേ 40 വർഷം എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ? വാഴാനൊക്കത്തുള്ളൂ ആയിരുന്നു. അവന് ഹെബ്രോനിൽ യഹൂദയ്ക്ക് 7 സംവത്സരവും 6 മാസവും യെരൂശലേമിൽ എല്ലാ ഇസ്രായേലും യഹൂദയ്ക്കും 30 സംവത്സരം രാജാവായി വാണു. അപ്പം 33 7 40 വർഷം രണ്ടും കൂടെ അവൻ രാജാവായി. മൊത്തത്തിൽ 33 വർഷവും യഹൂദയ്ക്ക് മാത്രമായി 7 വർഷവും, അങ്ങനെ 40 വർഷം അവൻ രാജാവായി വാണു. രാജാവും ഇനിയാണ് നമ്മുടെ വിഷയം. രാജാവും അവൻ്റെ ആളുകളും യെരൂശലേമിലേക്ക് ആ ദേശത്തെ നിവാസികളായി യെബൂസ്യരുടെ നേരെ പുറപ്പെട്ടു. അപ്പോൾ രാജാവായ ശേഷം ആദ്യത്തെ യുദ്ധം തുടങ്ങുകയാണ്. ആദ്യത്തെ യുദ്ധത്തിൽ നിൽക്കുന്ന പുള്ളികൾ യെബൂസ്യരാണ്. നമുക്ക് ഓർത്തോണം, രാജാവാണെങ്കിലും സ്ഥാനം കിട്ടിയെങ്കിലും നീ ഭരിക്കേണ്ട സ്ഥാനത്ത് നിനക്ക് അവകാശ ഭൂമിയിൽ കുടിയിരിക്കുന്ന അന്ധകാര ശക്തികളുണ്ട്. അത് ഇന്നലെ ഇന്നും തുടങ്ങിയതല്ല. ഞാൻ പറയാൻ ശ്രദ്ധിച്ചിടണം, നാളുകളായി കുടിയിരിക്കുന്ന അന്ധകാര ശക്തികളുണ്ട്. മനസ്സിലായോ? അത് ഞാൻ പഴയ നിയമത്തിൽ പറയാം. ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, അബ്രഹാമിനെ പറഞ്ഞു, നിന്റെ സന്തതി കനാൻ ദേശത്ത് എത്തും, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്ത് എത്തും. പക്ഷേ ആ വാഗ്ദത്തം കൊടുത്തിട്ട് 430 വർഷം എടുത്തു കനാൻ നാട്ടിൽ അവരെത്താനായിട്ട്. ഇടയ്ക്കത്തെ ചർച്ചയൊക്കെ നിങ്ങൾക്കറിയാം. 430 വർഷം എടുത്തു. അപ്പം 430 വർഷം എടുത്ത് അവർ കനാനിൽ എത്തിയപ്പോൾ കനാൻ ഇങ്ങനെ ക്ലീനായിട്ട് കിടക്കുകയല്ല ചെന്ന് കയറാനായിട്ട്. അവിടെയും ഇതുപോലെ ജാതികൾ ഇരിക്കുക. ഫെലിസ്ത്യര്, അമ്മോന്യര്, ഗിർഗസ്യര് തുടങ്ങിയുള്ള ജാതികൾ അവിടെ ഇരിക്കുക. അപ്പോൾ ദൈവം പറഞ്ഞു, ആ ജാതിയിലെ അടിച്ചിറക്കിയിട്ട് നിങ്ങളെ ഈസിയായിട്ട് അങ്ങോട്ട് കയറ്റത്തില്ല, നിങ്ങൾ പോയി അവരെ അടിച്ചെന്ത് ചെയ്യണം? ഇറക്കണം. നിങ്ങളുടെ വാഗ്ദത്ത ദേശമാണ്. അപ്പോൾ മോശയും യോശുവൊക്കെ പറഞ്ഞു, അവരെ ഞങ്ങളെ എങ്ങനെ ഇറക്കും? ഞങ്ങൾക്കൊരു കഴിവില്ല. ദൈവം പറഞ്ഞു, പൊക്കോ, ഞാൻ കൂടെ നിൽക്കാം. നിങ്ങൾക്ക് വല്ലതും പഠിച്ചിട്ടെന്ന് എനിക്കറിയത്തില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. നിന്റെക്കും നിന്റെ തലമുറയ്ക്കും ചില നന്മകൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ, ശ്രദ്ധിച്ചു കേട്ടോ. ഇന്ന് ഈ ആഴ്ച പറയാൻ ദൈവം എന്നെ ഏൽപ്പിച്ചു, പെട്ടെന്ന് പറയുക. നിന്റെ തലമുറയ്ക്കും നിനക്കും ചില നന്മകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ നന്മകൾ നിങ്ങൾ അനുഭവിക്കാൻ കഴിയാതെ വണ്ണം അതിൻ്റെ മീതെ പൊരുന്നേയിരിക്കുന്ന, ആത്മീയ ദൂത് പറയുകയാണ്, അതിൻ്റെ മീതെ പൊരുന്നേയിരിക്കുന്ന ചില ജാതീയ ശക്തികളുണ്ട്. യെസ്. അപ്പം ജാതീയ ശക്തികളെ ഒരു ഉണക്ക പ്രാർത്ഥന കൊണ്ട് നേരിടാനൊക്കത്തില്ല. ബൈബിൾ പറയുന്നു, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ, പറഞ്ഞാട്ടെ, ബലവാൻ്റെ വീട് കൊള്ളയാൻ കഴിയത്തില്ല. 60 കിലോ പോരാട്ടമായി വരുമ്പോൾ 30 കിലോയുമായിട്ട് ചെന്നാൽ ഒക്കത്തില്ല, 70 കിലോയുമായിട്ട് ചെന്നാലേ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ശത്രു ആരാന്ന് അറിഞ്ഞു വേണം പോരാടാനായിട്ട്. കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറഞ്ഞു. ഇന്ന് പറക്കാലെ ശത്രു ആരാന്നറിഞ്ഞ് വേണം പോരാടാൻ. യേശുവിന്റെ നാമത്തിൽ ജയം. ഉറക്കൊന്ന് കൈയടിച്ച് സ്തോത്രം പറഞ്ഞു. പാമ്പിന്റെ പടം ശ്രദ്ധിച്ചു കേട്ടോണം. പാമ്പിന്റെ പടം പൊഴിഞ്ഞു വീഴുന്നത് പോലെ ചില ദുഷ്ടശക്തികൾ ഇന്നത്തെ ആരാധനയിൽ അഭിഷേകത്തെ ശക്തിയിൽ പൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുക. എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയത്തില്ല. ആത്മമണ്ഡലത്തിൽ പോരാടുന്നവൻ അറിയാം, ഞാൻ എന്നെ ജയിക്കുമെന്ന് അറിയണം.
we will have to fight. ജയിക്കണം, ജയിച്ചേ പറ്റൂ. പ്രസിഡന്റ് സഭ ജയിച്ചേ പറ്റൂ, തോൽക്കാൻ പാടില്ല. Yes. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാം സന്തോഷിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ആരും മുഖം ഇന്നും പാടരുത്. ഇത് നമുക്കൊരു പാക്കേജുമായിട്ട് വേണം പോകാനായിട്ട്. തോറ്റ ചരിത്രം പറയാൻ വന്നവരല്ല, ജയിച്ച ചരിത്രം പറയാൻ വന്നവരാണ്. ഇന്ന് തോറ്റ പലരും ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിന്നോട് ദൂത് പറയും, തോക്കത്തില്ല, നീ ജയിച്ചേ പോകത്തുള്ളൂ. ഇത് നിന്റെ ദിവസമാ ആൻറ്റി, അങ്കിളെ, നിന്റെ ദിവസമാ. ഓൺലൈനിൽ കേൾക്കുന്നവർ നിന്റെ ദിവസമാ. അവിടെ ഇരുന്നുകൊണ്ട് ആരാധിച്ചാൽ മതി, അവിടെ ജയമാ. ഹോളി വരണമെന്നില്ല, ഇന്ന് അവിടെ ഇരുന്നുകൊണ്ട് ആരാധിക്ക, അവിടെ ജയമാ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കട്ടെ. അന്ധകാര ശക്തിയുടെ മേൽ ഇന്ന് വാക്കാനോ ആത്മാവിന്റെ ശക്തിയിൽ ദൈവശക്തി വ്യാപരിച്ച് ജയമെടുക്കട്ടെ. ദാവീദ് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അവൻ രാജസ്ഥാനത്ത് കയറിയിരുന്നു. ഒന്നാമത്തെ യുദ്ധം സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് വാർ, ആദ്യത്തെ യുദ്ധം എബ്യൂസരുമായിട്ടുള്ള യുദ്ധമാണ്. എബ്യൂസരുമായിട്ടുള്ള ആദ്യത്തെ ദാവീദ് ഭരിക്കേണ്ട സ്ഥലത്ത് എബ്യൂസർ കയറിയിരിക്കുക. അവരെ ഇറക്കണങ്ങൾ ഒറ്റയ്ക്ക് പോകേണ്ട, ദൈവം കൂടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ദാവീദ് ഇറങ്ങി. രാജാവ്, ആറാം ഭാഗ്യ രാജാവും അവൻ്റെ വായിച്ചമ്മളെ രാജാവും അവൻ്റെ ആളുകളും 2:5-6 ആളില്ലേ? രാജാവും അവൻ്റെ ആളുകളും യെരൂശലേമിലേക്ക് ആ ദേശത്തെ നിവാസികളായ യെബൂസ്യരുടെ നേരെ പുറപ്പെട്ടു. ആ ദേശത്തെ നിവാസികളായ നേരെ പുറപ്പെട്ടു. ദാവീദിന് അവിടെ കടപ്പാൻ കഴിയുകയില്ല എന്ന് വെച്ച് അവർ ദാവീദിനോട്, ദാവീദ് അങ്ങോട്ട് ചെല്ലുമ്പോൾ യെബൂസ്യർ പറയാണ്, നിനക്കിവിടെ കടക്കാൻ കഴിയത്തില്ല. ഒന്നാമത്തെ പോരാട്ടം വാക്കുകൊണ്ടാണ്. ഈ കത്തിയോണ്ട് കുത്തിയാൽ വലിയ കുഴപ്പമില്ല, കുറച്ച് ചോര വരുമെന്നേ ഉള്ളൂ. ചിലരുടെ വാക്കുണ്ടല്ലോ, ആയുസ് മുഴുവൻ ചോര വന്നുകൊണ്ടിരിക്കും. അങ്ങനെ കടത്തി പറയാൻ പ്രത്യേക ക്രമം കിട്ടിയിട്ടുള്ള ആളുകളുണ്ട്. എന്നിട്ട് അവർ തന്നെ പറയും, ഞാൻ വെച്ച് അനത്തിയിട്ടുണ്ടെന്ന് പറയും. ഞാൻ വെച്ച് അവൻ ഉറങ്ങത്തില്ല, ഞാൻ വെച്ച് അനത്തിയിട്ടുണ്ട്, അവൻ ഉറങ്ങത്തില്ല. അത് കേൾക്കാൻ, അതുകൊണ്ടല്ലേ നമ്മുടെ ഏലിയാവൊക്കെ ചൂരച്ചയുടെ കീഴിലോട്ട് കയറി അങ്ങ് പോയത്. ഒറ്റ പ്രാർത്ഥന തീ ഇറക്കിയ ഏലിയാവിൻ്റെ ഇസബേലിൻ്റെ ഒറ്റ വാക്ക് അവനെ തളർത്തി കളഞ്ഞത്. എൻ്റെ ദൈവമക്കളെ, മറ്റുള്ളവരെ തളർത്തുന്നൊരു വാക്ക് നമ്മുടെ വായിന്ന് വരല്ലേ. മറ്റുള്ളവരെ എഡിഫൈ ചെയ്യുന്ന വാക്കായിരിക്കും നമ്മൾ വായിന്ന്. മറ്റുള്ളവരെ പണിയുന്നൊരു വാക്കായിരിക്കണം. എബ്യൂസർ പറയുകയാണ്, എന്താ പറയുന്നത്? ദാവീദിന് അവിടെ കടപ്പാൻ കഴിയുകയില്ലെന്ന് വെച്ച് അവർ ദാവീദിനോട്, നീ ഇവിടെ കടക്കയില്ല, നീ ഇവിടെ കടക്കത്തില്ല, നീ ജയിക്കത്തില്ല, നീ തോറ്റുപോകത്തേ ഉള്ളൂ, നിന്റെ പിള്ളേർ പഠിക്കത്തില്ല, നീ വീട് വെക്കത്തില്ല, നീ വണ്ടി മേടിക്കത്തില്ല, നീ ആത്മീയമായി മുമ്പോട്ട് പോകത്തില്ല, നിനക്ക് കൃപാവരം കിട്ടത്തില്ല, നിനക്ക് അന്യഭാഷ കിട്ടത്തില്ല. സ്തോത്രം. എല്ലാവരും ഇതാ പറയുന്നത്, നടക്കത്തില്ല, നടക്കത്തില്ല, നടക്കത്തില്ല. അതാരാ പറയുന്നറിയോ? യെബൂസ്യരാ. യെബൂസ്യർക്ക് അറിയത്തില്ല ദാവീദിന്റെ തലയിൽ തൈലം വീണ കാര്യം അവൻ അറിയത്തില്ല. അവൻ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. അവൻ അറിഞ്ഞില്ല തൈലം വീണത്. അവൻ വിചാരിച്ചു ഇന്നലെ ഇങ്ങോട്ട് വന്ന് ഇന്ന് ചാടിക്കേറി കസേര ഇരുന്നാണ്. നല്ല അമ്മ യെബൂസ്യരെ, ഇത് ട്രെയിനിങ് കഴിഞ്ഞ് വന്ന ആളാ,
സാധാരണക്കാരനല്ല. അഭിഷേക തൈലം തലേ വീണിട്ട് വന്നവന്. എവനാരാന്ന് നിനക്കറിയത്തില്ല. ഓ, കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറ. നീ ആരാന്ന് അറിയണം. ആദ്യം നിന്റെ മേൽ അഭിഷേകം എന്താന്ന് അറിയണം. നിന്റെ മേൽ കൃപ എന്താന്ന് അറിയണം. നീ പ്രാപിച്ച അഭിഷേകം എന്താന്ന് അറിയണം. നീ പ്രാപിച്ച അന്യഭാഷ യോഗത്തിന് വന്ന് ഉറങ്ങാനുള്ളതല്ല, തുള്ളിച്ചാടി ആരാധിക്കാനുള്ളതാ. എല്ലാവരും സ്വാതന്ത്ര്യം പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. ആരും ഉറങ്ങിക്കൊണ്ടിരിക്കല്ല. ഉറങ്ങിക്കൊണ്ടിരുന്നാൽ ഇന്ന് നീ കഷ്ടപ്പെട്ടു പോകും. നീ ഇന്ന് സ്തോത്രം പറയുന്ന കഷ്ടപ്പെട്ടു പോകും. ഇന്ന് നീ വിടുതലോടിരിക്കണം. ഇന്നൊരു കൊയ്ത്ത് നിനക്കുണ്ടെന്നാണ് പറഞ്ഞത്. അത് പറയാനാണ് ഞാൻ വരുന്നത്. അത് പറയാൻ നീ ഏൽപ്പിച്ചോണ്ട് ഞാൻ ധൈര്യമായി പറയുക. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊയ്ത്ത് ദൈവം വെച്ചിട്ടുണ്ട്. ഓ, കൈയടിച്ച് ഉറക്കെ സ്വാതന്ത്ര്യം. എനിക്ക് വേണ്ടി ഒരു കൊയ്ത്ത് ദൈവം വെച്ചിട്ടുണ്ട്. എന്നെ ദൈവം മാനിക്കാൻ ദൈവശക്തനാണ്. ആ ദൈവത്തെ കാര്യം എനിക്ക് അനുകൂലമാണ്. ഞാൻ വെറുതെ പോകത്തില്ല. എന്നിട്ട് ഈ എബൂസർ പറയാ കടക്കത്തില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ദാവീദിനൊരു കളിയാക്കൂടെ. ദാവീദിനെ അവരൊരു എന്താ ഒരു സീറോ ആയിട്ടൊക്കെ കണ്ട ഒരു കളിയാക്കിയ. അവനാരാ? അവനെ നമുക്കറിയത്തില്ല. ഇങ്ങനെ പറയുന്ന ചെറിയ കാര്യമില്ലേ. അവനെ നമ്മളെ കേട്ടില്ലേ, അവൻ്റെ വീട്ടുകാരെ നമുക്കറിയത്തില്ലേ, അവൻ എന്നെ കാണിക്കാനാ എന്നൊക്കെ നമ്മളെ ഉണ്ടല്ലോ ഒരു വല്ലതാക്കി പറയുന്ന സ്വഭാവമുള്ളവരുണ്ട്. ഇതുവരെ അവർ പറയുക നീ കടക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമിച്ചു പോയി. എന്താണെന്നറിയാമോ? നിന്നെ തടുപ്പാൻ കുരുടരും മുടന്തരും മതി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാ നിന്നെ ജയിക്കാനായിട്ട് ഞങ്ങൾ കണ്ണുള്ളവരൊന്നും വേണ്ട, ആമേൻ, കാലുള്ളവരും വേണ്ട, മുടന്തരും കണ്ണില്ലാത്തവരും നോക്കിയാൽ നിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? പറ. നമ്മളെല്ലാം എൻ്റെ ദൈവമേ ഇറങ്ങിപ്പോയല്ലോ കർത്താവേ, കുരുടർ വന്നാൽ പോലും എനിക്ക് ജയിക്കാൻ പറ്റത്തില്ല, മുടന്തര വന്നാൽ പോലും എനിക്ക് ജയിക്കാൻ പറ്റത്തില്ല, എന്നാൽ പാടാ തിരിച്ചു പോടാ എന്ന് പറഞ്ഞ് തിരിച്ചു പോവുക. എന്നാൽ ഇനി യോഗത്തിന് പോകണ്ട, കൂട്ടായ്മയ്ക്ക് പോകണ്ട, കൈ അടിക്കണ്ട. അവൻ പറഞ്ഞു കുരുടരും മുടന്തരും മതിയെന്ന്. അവർ പറഞ്ഞു ആമേ നീ ജയിക്കത്തില്ലെന്ന്. അവർ പറഞ്ഞു നീ രക്ഷപ്പെടത്തില്ലെന്ന്. എല്ലാവരും പറയുക നീ രക്ഷപ്പെടത്തില്ല. ഒരു കാര്യം ഇന്ന് പകരം നിങ്ങൾ പറയാം, എല്ലാവരും രക്ഷപ്പെടത്തില്ലെന്ന് പറയുമ്പോഴും സകലമാന മനുഷ്യരും അപ്പനും അമ്മയും സഹോദരനും പാസ്റ്ററും കമ്മിറ്റിക്കാരും നാട്ടുകാരും സാറന്മാരും എല്ലാം രക്ഷപ്പെടത്തില്ലെന്ന് പറയുമ്പോഴും നിനക്ക് വേണ്ടി ഒരു വഴി ദൈവം തുറന്ന് വെച്ചിട്ടുണ്ട്. സ്തോത്ര 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 സ്തോത്രം. ഓ റബ 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 റബ. ശ്രദ്ധിച്ച്, എല്ലാരും നടക്കത്തില്ലെന്ന് പറയുമ്പോ നീ ഓർത്തോണം നടക്കുമെന്ന്. ഇനി ഒരു രക്ഷയില്ലെന്ന് പറയുമ്പോ നീ ഓർത്തോണം രക്ഷ ഉണ്ടെന്ന്. എല്ലാ വഴിയും അടഞ്ഞെന്ന് പറയുമ്പോ നീ ഓർത്തോളം ഇല്ല, ഒരു വഴി എനിക്ക് വേണ്ടി ദൈവം തുറന്നു. സ്തോത്ര 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 സ്തോത്ര. ഒരിക്കലും കൂട്ടുകാരൻ പറഞ്ഞേട്ടാ, പേപ്പട്ടിയെ മുറിക്കകത്ത് കയറ്റി കഥ കഴിച്ച് അടിക്കുമ്പോഴും ഒരു വാതിൽ തുറന്നിട്ടേക്കണം ഓടിപ്പോകാൻ, അല്ലെ നിന്നെ തിരിച്ച് കടിക്കും. ഓടിപ്പോകാൻ ഒരു വഴി തുറന്നിട്ടേക്കണം. നിന്റെ എല്ലാ വഴി അടയുമ്പോഴും ഒരു വഴി നിനക്ക് വഴി തുറന്നിട്ടിട്ടുണ്ട്. ആ വഴി ഇന്ന് പകൽ നീ വിശ്വാസത്താ കാണണം. നിന്നെ പരിഹസിക്കുക, അപമാനിക്കുക. എടാ കുരുടർ മതിയടാ, മുടന്തരം മതിയടാ ദാവീദേ നിന്നെ ജയിക്കാൻ. ഞങ്ങളുടെ ആരും ഇവിടെ ഒന്നും വേണ്ട, ഞങ്ങളുടെ പിള്ളേർ മതി, ഞങ്ങളുടെ കുരുടന്മാർ മതി നിന്നെ ജയിക്കാൻ. ഈ വാക്കുകൾ ദാവീദിൻ്റെ അകത്തേക്ക് വെടിയുണ്ട പോലെ പതിച്ചു, വെടിയുണ്ട പോലെ പതിച്ചു. അടുത്ത വാക്യം എല്ലാവരും ഒന്ന് വരച്ചേക്കണം. എന്താണെന്നറിയാമോ? എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. അടുത്തൂടെ അത് തന്നെ ദാവീദിന്റെ നഗരം. ഇത്രയും കേട്ടിട്ടും, അതെന്റെ വിഷയം,
എന്നിട്ടും എല്ലാവരും എന്ത് പറഞ്ഞേ? ശബ്ദം എടുത്തി പറ. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. രണ്ടുപേർ ഉയർത്തി പിടിച്ചേ, ഉറക്കെന്ന് പറഞ്ഞേ. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. ഒന്നുകൂടെ, എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. അത് തന്നെ അവന് നഗരം. കൈയടിച്ച് സ്വന്തം പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ, എല്ലാവരും സ്വന്തം പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇന്ന് പൽക്കാലം യേശു എല്ലാം സ്വന്തം പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ. ഒരു വിടുതൽ അയച്ചുകൊണ്ടിരിക്കുക ദൈവം. യേശുവിന്റെ അധികാരമുള്ള നാമം എല്ലാ കുഞ്ഞുങ്ങളും കൈകളടിച്ച് ആമേൻ, കൈകളടിച്ച് മോനെ കൈകളടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. കൈകളടിച്ച് ആമേൻ, ഹല്ലേലൂയ. കൈകളടിച്ച് സ്തോത്രം പറ. കൈകളടിച്ച് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറ. ആ പുറത്തിരിക്കുന്നവർക്ക് കൈയടിച്ച് സ്തോത്രം പറഞ്ഞേ. ഗ്ലോറി 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 ഗ്ലോറി. പരിശുദ്ധാത്മാവ് എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ ദൂത്, എന്റെ സാധാരണ പ്രസംഗം പോലും മാറ്റിവെച്ചിട്ട് ഇനി ദൂത് പറയാൻ ഏൽപ്പിച്ചിരിക്കുന്നതുകൊണ്ട് അധികാരമായി ഫുൾ പവറിൽ ഞാൻ പറയുകയാണ്. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. ഇന്ന് പകൽ എന്നിട്ടും ചിലത് പിടിക്കാൻ പോകുകയാ. എന്നിട്ടും ചിലത് പിടിക്കാൻ പോകുകയാ. ഓ, എന്നിട്ടും നീ കോട്ട തിരിച്ചു പിടിക്കും യേശുവിന്റെ നാമത്തിൽ. എന്നിട്ടും നീ തിരിച്ചു പിടിക്കും. ശ്രദ്ധിച്ചേ, നമുക്ക് ഒടുവിൽ ആരാധിക്കാം. ശ്രദ്ധിച്ചേ. എന്നിട്ടും വരച്ചേക്കണം. രോഗമുണ്ട്, എന്നിട്ടും ഞാൻ കോട്ട പിടിക്കും. ശരീരം വയ്യ, എന്നിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കും. ക്ഷീണമാണ്, എന്നിട്ടും ഞാൻ കോട്ട പിടിക്കും. ആമേൻ. തലമുറ കൈവിട്ടുപോയി, എന്നിട്ടും ഞാൻ തിരിച്ചു പിടിക്കും. ബിസിനസ് തകർന്നു പോയി, എന്നിട്ടും ഞാൻ തിരിച്ചു പിടിക്കും. യേശുവിന്റെ നാമത്തിൽ എല്ലാം എതിരാ, എന്നിട്ടും ഞാൻ തിരിച്ചു പിടിക്കുമോ? ഓ ഗ്ലോറി. ഉറക്കെ സ്വാഗതം പറഞ്ഞാട്ടെ. എന്നിട്ടും 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 ഞാൻ തിരിച്ചു പിടിക്കോ. ഗ്ലോറി. ഓ എന്നോട് നമുക്ക് പരിശുദ്ധ പറയാൻ പറയുന്നു, നഷ്ടപ്പെട്ടതെല്ലാം അങ്ങ് പോയെങ്കിലും ഇന്ന് പകൽ എന്നിട്ടും നീ തിരിച്ചു പിടിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ മടിയിലേക്ക് പറന്നു വരുന്ന കാഴ്ച ആത്മാവിൽ കാണുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എന്നിട്ട് ഞാൻ തിരിച്ചു പിടിക്കും. യേശുവിന്റെ നാമത്തിൽ ചെയ്യാം. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. കോവിഡ് എന്ന മഹാമാരിയിൽ എല്ലാം നഷ്ടപ്പെട്ടു. എന്നിട്ടും നമ്മൾ തിരിച്ചു പിടിച്ചു. 50 പേരെ കൊണ്ട് ഈ സഭായോഗം നടത്തിയിട്ടുണ്ട്. 25 പേരെ കണ്ട് അവിടെ എവിടെയാ കസേര ആമേൻ മാറ്റിയിട്ട്
ആളെണ്ണിക്കയറ്റി സഹായം നടത്തി. അന്ന് വിശ്വാസത്താൽ ഓഫീസ് തുറന്ന് ഇവിടെ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എന്നിപ്പോൾ ഞാൻ പറയുന്നു, എന്നിട്ടും തിരിച്ചു പിടിച്ചു. ഇന്ന് ജനങ്ങളെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഒരിക്കലും വിചാരിച്ചാൽ ഇതുപോലെ തിരിച്ചു വരുമെന്ന്, എന്നിട്ടും തിരിച്ചു പിടിച്ചു. ഉറക്കെ സ്വന്തം പറഞ്ഞു. ക്യാൻസർ രോഗമായിരുന്നു, എന്നിട്ടും ഞാൻ തിരിച്ചു പിടിച്ചു. ഹല്ലേലൂയ. കിഡ്നി ഫെയിലിയർ വന്നു, എന്നിട്ടും തിരിച്ചു പിടിച്ചു. തലമുറ പഠിച്ചില്ല, എന്നിട്ടും തിരിച്ചു പിടിച്ചു. എല്ലാ വഴിയും അടഞ്ഞു, എന്നിട്ടും തിരിച്ചു പിടിച്ചു. ഇന്ന് പകൽ ആത്മീയമായി ഭൗതികമായും എന്നിട്ടും ചിലത് നിനക്ക് വേണ്ടി മടക്കി തരാൻ എൻ്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഇന്ന് പകൽ നീ ആത്മാവ് തിരിച്ചറിയണം. എന്നിട്ടും നീ തിരിച്ചു പിടിക്കും. കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറ. എന്നിട്ട് ഞാൻ തിരിച്ചു പിടിക്കും. യേശുവിന്റെ നാമത്തിൽ ചെയ്യണം. വ്യക്തമായി നിങ്ങൾ താലയത്തോട്ട് ഞാൻ പറയാം. വന്ന് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാ. ആൻറ്റി, നഷ്ടപ്പെട്ട ചിലത് തിരിച്ചു പിടിക്കാൻ പോകുക. എബീസിനെ നീ ഇറക്കണ്ട, ദൈവം ഇറക്കിക്കോളും. ആമേൻ. നിന്റെ നന്മ നിനക്ക് തന്നെ വരും. തിരിച്ചു പിടിക്കും. തിരിച്ചു പിടിച്ചത് മാത്രമല്ല അച്ഛാ, അത് ദാവീദിൻ്റെ ആമേൻ നഗരമായി അത് മാറി. ദാവീദിൻ്റെ സിയോൻ കോട്ട എബീസിനെ ഇറക്കി വിട്ടിട്ടൊരു കോട്ട ദൈവം കൊടുത്തു. അതാണ് സിയോൻ നഗരം. ആമേൻ. ഉറക്കെ സ്തോത്രം പറ. നിന്നെ നിന്ദിച്ചവർ അപമാനിച്ചവർ ഇറക്കി വിട്ട് നിനക്കും നിന്റെ തലമുറയ്ക്കും സ്ഥിരമായി ഒരു കോട്ട പണിയാൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെന്ന് ഇന്ന് പകൽ നീ ആത്മാവ് തിരിച്ചറിയണം. ശത്രു പൊരുന്നയിരുന്ന സ്ഥലത്ത് നിനക്ക് നിന്റെ തലമുറയ്ക്കും സ്ഥിരമായി പാർക്കാനും ജീവിക്കാനുമുള്ള ആത്മീയ ഭൗതിക നന്മകൾ തന്ന് ഒരു കോട്ട പണിയാൻ. ഗ്ലോറി 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 ഗ്ലോറി. ദാവീദ് കോട്ടയെ വസിച്ചു. അതിന് ദാവീദ് നഗരം എന്ന് പേരിട്ടു. ദാവീദ് അതിനെ മില്ലോ തുടങ്ങി ചുറ്റിലും ഉള്ളിലോട്ടും പണിത് ഉറപ്പിച്ചു. കേട്ടോ, ഒരു ശത്രുവും കയറാതെ പണം ദാവീദ് ആ കോട്ട പണിത് ഉറപ്പിച്ചു. കാരണം കേൾക്കണോ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി. ആരടി പൊക്കമുള്ള ദാവീദിന്റെ മിടുക്കുകൊണ്ടല്ലേ കാര്യം നടന്നത്. സൈന്യങ്ങളുടെ ദൈവ യഹോവ കൂടെ ഇരുന്നുകൊണ്ടാണ്. ഇന്നിപ്പോൾ നിങ്ങളോട് ഞാൻ സൈന്യങ്ങളുടെ ദൈവ യഹോവ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തന്നിട്ട് ആരും തിരിച്ചു കയറാതെ വണ്ണം അതിന് ചുറ്റും കോട്ട കെട്ടാനും ആ കോട്ടയ്ക്ക് കാവലാക്കാനും ആ കോട്ട പണിയാനും നിനക്കെന്തിനെ തലമുറയ്ക്കും ശാശ്വതമായി തരാനും എൻ്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഇന്ന് പകൽ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറഞ്ഞോണോ. ചില കോട്ടകൾ പണിയണം. യേശുവിൻ്റെ നാമത്തിൽ അഭിഷേകത്തിൻ്റെ കോട്ട, രോഗശാന്തിയുടെ കോട്ട, വെളിപ്പാടിൻ്റെ കോട്ട, ദർശനത്തിൻ്റെ കോട്ട, അത്ഭുതങ്ങളുടെ കോട്ട, വിടുതലിന്റെ കോട്ട. ആമേൻ. ദാവീദിന്റെ ലെവൽ, സമയം പോകുന്നു നിർത്താൻ ഉള്ള സമയമായി. ദാവീദിന്റെ ലെവൽ മാറാൻ തുടങ്ങി. നമുക്ക് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന കാണുന്ന പോലെയല്ല, ആത്മമണ്ഡലത്തിൽ നിങ്ങളുടെ ലെവലുകൾ മാറും. അത് പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ. പ്രാർത്ഥിക്കാത്തവർക്ക് ഈ ലെവല് അറിയത്തില്ല. മലയാള ഭാഷ ഞാൻ പറയാം, മണ്ഡലങ്ങൾ മാറും. ഇന്ന് പകൽ നീ ഇവിടുന്ന് പൊങ്ങുന്ന പോലെ ഒരു അനുഭവം ഉണ്ടാവും. നിന്റെ കാല് നിലത്തുറക്കാത്ത വണ്ണം ഒരു അനുഭവം ഉണ്ടാകും. ആമേൻ. നിന്റെ ശരീരത്തിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്ന പോലെ ഒരു അഭിഷേക ശക്തി വ്യാപരിക്കും. കൈ അടിക്കലെന്ന് പറഞ്ഞാൽ കൈ അടിക്കത്തക്ക വേണം. കാല് നിലത്ത് തൊടാതെ വണ്ണം നിന്റെ തലമുടി മുതൽ നഖം വരെ വ്യാപരിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് പോലെ ആത്മമണ്ഡലത്തിൽ നിന്റെ മേൽ ദൈവം തരികയാണ്. എന്നിട്ടും നീ പിടിക്കാൻ പോകുക, നീ ചിലതിനെ ഉറപ്പിക്കാൻ പോകുക, ചില കോട്ടകൾ കെട്ടാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ഓ, ഉറക്കെ സ്തോത്രം പറഞ്ഞു. നിന്റെ ദിവസമാ, നിന്റെ ദിവസമാ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ.
സ്തോത്രം. സന്തോഷമുണ്ടോ? ആത്മമണ്ഡലത്തിലെ പോരാട്ടങ്ങളെ ആത്മാവിൽ കാണണം കേട്ടോ. നമ്മളെ അയ്യോ പൊത്തോ പോയല്ലോ തീർന്നല്ലോ, ഇല്ല കുഞ്ഞെ, നീ പോരാടണം. ഉണങ്ങി പ്രാർത്ഥിച്ചാൽ ഒക്കത്തില്ല. ഇത് വലിയ പോരാട്ട ഭൂമിയാണ്. നിന്നെ ശത്രു എയിം ചെയ്തിരിക്കുക, നീ തലമുറ നോട്ടമിട്ടിരിക്കുക, നീ പൈസ മുടക്കി, നീ എല്ലാ കാര്യവും ചെയ്തു, പഠിപ്പിച്ചു, പക്ഷേ ഫലം അനുഭവിക്കാൻ കഴിയുന്നില്ല. ഒരു മിഥ്യാന്യ ശക്തിയാണ്. അനുഭവിക്കാൻ പാകമാകുമ്പോൾ വായി നിന്ന് തട്ടിക്കളയുന്ന മിഥ്യാന്യ ശക്തി. അതിന് നീ ഒറ്റയ്ക്ക് പോരാടണം. ഗിദിയോൻ ഒറ്റയ്ക്ക് പോരാടി, ദൈവം ഇറങ്ങി വന്നു. അല്ല പരാക്രമശാലി യഹോവ നിന്നോടുണ്ടെന്ന് പറഞ്ഞു, ദൈവം അവനോട് യുദ്ധം ചെയ്തു. നീ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ പോരാടി നിന്നാൽ കൊയ്ത്ത് തരാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്നാണ് പറഞ്ഞത്. ഒറ്റയ്ക്ക് ഇന്ന് പോരാടിക്കണം. ഇത് വിശദമായി പറയാൻ എനിക്ക് സമയമില്ല. ആത്മമണ്ഡലം നിന്റെ ബുദ്ധിക്കപ്പുറത്തായിട്ട് ദാവീദിന് വേണ്ടി ദൈവം കൃപ പകർന്നു. അവൻ്റെ ബുദ്ധിമണ്ഡലത്തെ ദൈവം എന്ത് ചെയ്തു? അത്ഭുതമാക്കി മാറ്റി. അവന് കോട്ട തിരിച്ചു പിടിച്ചു. യെബൂസിനെ ഇറക്കി വിട്ട് തിരിച്ചു പിടിച്ചു. യെബൂസിന് ഇറങ്ങിപ്പോയി കോട്ട പിടിച്ചു. ആമേ സിയോ നഗരം അങ്ങ് സ്ട്രോങ് ആക്കി കോട്ട കെട്ടി കാലും വെച്ചിരിക്കാമെന്ന് വിചാരിക്കുമ്പോൾ തേണ്ട അടുത്ത പുള്ളി വരുന്നു. അവൻ്റെ പേരാണ് ഫെലിസ്ത്യൻ. അവന് സൂഹിക്കുന്നില്ല. എൻ്റെ പാസ്റ്ററെ അവൻ അങ്ങോട്ട് പോയപ്പോൾ തന്നെ അവൾ കയറി വന്നിരിക്കുന്നു. അവൾ പോയപ്പോൾ തന്നെ അപ്പുറത്തുനിന്ന് അവൻ വന്നിരിക്കുന്നു. എന്നോട് പോയി, ഞാൻ എന്തിനാ പാസ്റ്ററെ, എന്നോടെന്താ പാസ്റ്റർ ഈ പോരാട്ടം? നിന്നോട് പോരാട്ടം ഉള്ളത് തൈലം വീണതുകൊണ്ടാണ്, അഭിഷേകം വീണതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പോരാട്ടമില്ല. ആമേ, നിൻ്റെ പേരിൽ അഭിഷേകം. ആമേ, തീക്കട്ട ഓർത്തോളം തീക്കട്ട ഒരിക്കലും ഉറുമ്പ് ഭരിക്കത്തില്ല. നീ അഭിഷേകത്തിൽ നിൽക്കുന്നിടത്തോളം കാലം ഏതെങ്കിലും ഉറുമ്പ് വന്നാൽ അത് കരിഞ്ഞു പോകും. നിന്നെ തൊടാൻ സമ്മതിക്കത്തില്ല. തീക്കട്ട ഉറും ഭരിക്കത്തില്ല. വീണ്ടും പറയുക, ആമേ, ഏറ്റെടുത്തോ. തീക്കട്ട ഉറും ഭരിക്കത്തില്ല. നിന്റെ മേൽ അഭിഷേകമുണ്ട് കേട്ടോ. നിന്നെ തൊടാൻ ദൈവം സമ്മതിക്കത്തില്ല. ശക്തിയോട് സ്വന്തം പറഞ്ഞു. പതിനേഴാം വാക്യം ഞാൻ വായിക്കുകയാണ്, സമയമില്ല. ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തെന്ന് കേട്ടപ്പോൾ ആമേൻ ഫെലിസ്തർ ആമേൻ എവന്റെ നേരെ വരാൻ തുടങ്ങി. യെബൂസ്യരെ ഒതുക്കി. അടുത്ത ശത്രു വരികയാണ് ഫെലിസ്ത്യര്. അപ്പോൾ അവർ വന്നപ്പോൾ ദാവീദിന് വീണ്ടും പ്രശ്നമായി. ദാവീദ് താഴെ ഇരിക്കുന്നത് ദാവീദ് ദുർഗത്തിൽ പാത്തെന്ന എന്ന് പറഞ്ഞാൽ ഗുഹയ്ക്കകത്ത് കയറി കളഞ്ഞു. കാരണം വെള്ളോട്ട് ഇറങ്ങാൻ ഒക്കാതെ വണ്ണം ദുർഗത്തിൻ്റെ അകത്ത് കയറി പേടിച്ചു പോയി. അകത്ത് കയറിയിരിക്കുകയാണ്. യെബൂസിനെ ജയിച്ചു, പക്ഷേ അടുത്ത പോരാട്ടം വന്നു. എന്നിട്ടും ജയിച്ചതാ, പക്ഷെ പിന്നെയും പോരാട്ടമാണ്. വീണ്ടും പറയാ, എന്നിട്ടും ജയിച്ചാലും പിന്നെ എന്തുകൊണ്ട് അടുത്ത പുള്ളി ക്യൂ നിൽക്കുക. അവൻ്റെ പേരെന്താ? ഫെലിസ്ത്യനാ. അപ്പോൾ ഫെലിസ്ത്യൻ വന്നപ്പോൾ ദാവീദ് ദുർഗത്തിൽ കയറിയിട്ട് ദൈവത്തോട് ചോദിക്കുക. എന്താ ചോദിക്കുന്നത് അറിയാമോ? അപ്പോൾ ദാവീദ് 19 വാക്യം, അപ്പോൾ ദാവീദ് യഹോവയോട്, ഞാൻ ഫെലിസ്ത്യരുടെ നേരെ പുറപ്പെടണമോ അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ ചോദിച്ചു. ദാവീദിൻ്റെ പ്രത്യേകത, ഏത് പ്രശ്നം വന്നാലും ദൈവത്തോട് ചോദിക്കും. നമ്മുടെ പ്രത്യേകത, ഏത് പ്രശ്നം വന്നാലും നമ്മൾ അങ്ങ് ഇറങ്ങും. പിന്നെ കുഴയുമ്പോൾ ദൈവത്തോട് ചോദിക്കും. അതല്ല, കുഴയുമ്പോഴല്ല ചോദിക്കേണ്ടത്, ആദ്യം ചോദിച്ചാൽ രക്ഷയാണ്. അപ്പോൾ ദാവീദ് ദൈവത്തോട് ചോദിച്ചു, ഞാൻ എന്നാ ചെയ്യണം? യുദ്ധത്തിന് പോണോ? പുറപ്പെടുക. ആരാ പറയുന്നത്? പറ. ദൈവം എന്ത് ചെയ്യണം? നീ ദൈവത്തോട് ചോദിച്ചാൽ പോകണമെങ്കിൽ പോകണമെന്ന് പറയും, പോകണ്ടെങ്കിൽ പോകണ്ടെന്ന് പറയും. ദൈവത്തോട് ചോദിക്കുന്നവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഗ്രീൻ സിഗ്നൽ കിട്ടാതെ ആരാണ്ടൊക്കെ ഏതാണ്ടൊക്കെ പറഞ്ഞ് ചാടി ഇറങ്ങിയാൽ നീ പരാജയപ്പെട്ടു പോകും. ദൈവം പറഞ്ഞാൽ നീ ഇറങ്ങിയാൽ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരത്തില്ല. കൈയടിച്ച് സ്തോത്രം പറഞ്ഞു. ദൈവം പറഞ്ഞാൽ നീ ലജ്ജിക്കേണ്ടി വരത്തില്ല, നീ ജയിക്ക തന്നെ ചെയ്യുമെന്ന് ഇന്ന് ദൈവമാ പറയാണ്. ആമേ. ദൈവം പറഞ്ഞു, ഞാൻ ഫെലിസ്ത്യനെ പെട്ടെന്ന് പറയാ, ഞാൻ ഫെലിസ്ത്യനെ നിന്റെ കയ്യിൽ എന്ത് ചെയ്യും? ഏൽപ്പിക്കും. 20 വാക്യം വായിച്ചപ്പോൾ അങ്ങനെ ദാവീദ് ബാൽപെരാസീമിൽ ചെന്ന് അവിടെ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു. ദൈവം പറഞ്ഞിട്ട് അവൻ ചെന്നു ബാൽപെരീസിൽ വെച്ച് ഫെലിസ്ത്യനെ ദാവീദ് എന്ത് ചെയ്തു? തോൽപ്പിച്ചു. അടുത്ത വെള്ളച്ചാട്ടം പോലെ യഹോവയുടെ മുൻപിൽ എന്റെ ശത്രുക്കളെ തകർത്ത് കളഞ്ഞു. ഫെലിസ്ത്യനെ തോൽപ്പിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? വെള്ളച്ചാട്ടം പോലെ, തുള്ളിമഴ പോലല്ല, വെള്ളച്ചാട്ടം പോലെ. വലിയ മനസ്സിലാകുന്നുണ്ടോ? നിന്നെ തകർക്കാൻ പറ്റുന്ന ശത്രുവിനെ
തിരിച്ച് അഭിഷേകത്തോടെ പായിക്കാൻ ദൈവം ഇറങ്ങി വന്നു. ഈ ആഴ്ച നമുക്ക് ജയത്തിന്റെ ആഴ്ചയാണ്. ഈ ആഴ്ച വിടുതലിന്റെ ആഴ്ചയാണ്. വെള്ളച്ചാട്ടം പോലെ ശത്രു നിന്റെ മേൽ വരുമ്പോൾ അതിനെ ജയിക്കാനുള്ള അധികാരം ഇന്ന് പകൽ ദൈവം നിന്റെ മേൽ തന്നുകൊണ്ടിരിക്കുക. വിശ്വസിക്കണം. വെള്ളച്ചാട്ടം പോലെ ഇത്രയും ചെയ്തിട്ടും വെള്ളച്ചാട്ടം പോലെ തോപ്പിച്ചിട്ടും പിന്നെ അവൻ വന്നിരിക്കുന്നു. ആമേൻ. 22-ാം വാക്യം. ഫെലിസ്ത്യർ പിന്നെയും വന്ന് റെഫായീം താഴ്വരയിൽ വെള്ളച്ചാട്ടം. ചില വിഷയമുണ്ടല്ലോ, എത്ര പ്രാർത്ഥിച്ചിട്ട് എത്ര കെട്ടഴിച്ചാലും പിന്നെയും പോരാടിക്കൊണ്ടിരിക്കും. നമ്മൾ ഒന്ന് പോയാലോ ജയിച്ചാലും വിജയം നമ്മുടെ കൈയും കെട്ടിയിരിക്കുക. അല്ല, അവൻ വെളിയിൽ നിൽപ്പുണ്ട്. സ്തോത്രം. വിട്ടുകൊടുക്കല്ലേ. അഭിഷേകം വെള്ളം വിട്ടുകൊടുക്കരുത്. ദൈവമക്കളെ, ഒരിടത്ത് നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. നിന്നെ പരാജയപ്പെടുത്തി നിന്റെ തല കൊടി കെട്ടാൻ നോക്കി നിൽക്കുന്നവർ മുമ്പിൽ നീ പറയണം, ഞാൻ പരാജയപ്പെടത്തില്ല. ഭയങ്കര ദൈവസാന്നിധ്യം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? എനിക്കിതറിയാം. ഒരു ഭയങ്കര ദൈവസാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തെ അത് ആത്മാവിൽ ഏറ്റെടുക്കണം ഇന്ന് പകൽക്കാലം. ആമേൻ. വിട്ടിട്ടും വിടാത്ത, പോയിട്ടും പോകാത്ത, പിന്തുടർന്ന് പിടിക്കുന്ന, നിന്നെ ഡൗൺ ആക്കുന്ന, ഡിപ്രഷൻ ആക്കുന്ന, സമാധാനം കെടുത്തുന്ന, സന്തോഷം കെടുത്തുന്ന, ഉറക്കം കെടുത്തുന്ന, ആമേൻ ആമേൻ, നിനക്ക് ആങ്സൈറ്റി വരുത്തുന്ന, ഗുളിക കഴിപ്പിക്കുവാൻ, നിന്നെ ഉറക്കം കെടുത്തി, നിന്റെ കൈകളെ കെട്ടി, കാലുകളെ കെട്ടി, ഉദരത്തെ കെട്ടി, നെഞ്ചിനെ കെട്ടി, കണ്ണിനെ ചെവിയം കെട്ടി, ആമേൻ, നിന്നെ കട്ടിലേല് വട്ടപൂജ്യമാക്കി കടത്തുവാൻ ഹോംനേഴ്സിനെ വെച്ച് നോക്കത്തക്കവണ്ണം നിന്നെ കെട്ടാൻ പാർത്തി നിൽക്കുന്ന ചില അന്ധകാര വ്യാപാരങ്ങൾ ഇന്നത്തെ ആരാധനയിൽ യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തെ ശക്തിയിൽ നീ പിടിച്ചു നിൽക്കണം. നമ്മൾ തിരുവല്ല പട്ടണത്തിൽ തോലശ്ശേരിയിൽ ഒരപ്പനും അമ്മയും തൻ്റെ മകൻ്റെ പേരിൽ ഉണ്ടായ പ്രയാസങ്ങളുടെ പേരിൽ ആരോടും ചോദിക്കാതെ, ആരോടും പറയാതെ, വണ്ടിക്കകത്ത് പെട്രോൾ ഒഴിച്ച് വേങ്ങൽ പോയി ആത്മഹത്യ ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ പ്രിയമുള്ളവർ. സത്യമായിട്ട് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ അണ്ണത്തരം ഉണ്ടാതിരിക്കുക നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. അത് കേൾക്കാനും കാണാനുള്ള കഴിവ് നമുക്കില്ല. ശരീരം കത്തി ചാമ്പലായിട്ട് ആരാണെന്ന് പോലും അറിയാൻ കഴിയാത്തൊരവസ്ഥയില്ലേ ആയിത്തീർന്നത് നിങ്ങൾ കണ്ടതാണ്. ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ മനുഷ്യരെല്ലാം ഇത്രയേ ഉള്ളൂ. ജീവിതം വേണ്ടാന്ന് വെക്കും. നമ്മളും ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ എത്രയോ പ്രാവശ്യം ചാകേണ്ടതായിരുന്നു. എന്താ ചാകാത്തത്? ഫെലിസ്ത്യൻ കൂടെ വന്നപ്പോഴും ദാവീദ് തന്റെ ദൈവം യഹോവയിൽ ആശ്രയിച്ചു. രണ്ടുപേരും ഉയർത്തിപ്പിടിച്ചേ. യഹോവയിൽ ആശ്രയിച്ചത് കൊണ്ട് കൈതത്തിട്ട് വെള്ളച്ചാട്ടം പോലെ ഫെലിസ്ത്യനെ ജയിച്ചു കഴിഞ്ഞു രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുമ്പോൾ അവൻ ബാൽപയോരിൽ വീണ്ടും വന്നിരിക്കുന്നു. വിട്ടാലും വിടാത്ത പോരാട്ടം. നമ്മൾ നാടൻ ഭാഷ പറയത്തില്ലേ, എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ, നിന്നെയും കൊണ്ടേ പോകത്തുള്ളൂ, നിന്റെ തലമുറയും കൊണ്ടേ പോകത്തുള്ളൂ. അങ്ങനെ നിൽക്കുക. ഇന്ന് നീ ഓക്കെ ആയിരിക്കും, ഇന്ന് നീ സമാധാനം, നാളെ എന്താന്ന് ആർക്ക് പറയാൻ പറ്റും പ്രിയമുള്ളവർ? ഫെലിസ്ത്യന് വാതിൽക്ക് നിൽപ്പുണ്ട്. അവൻ നിന്നെ വിടത്തില്ല. ദൈവത്തിന് സ്തോത്രം. അഭിഷേകം പ്രാപിച്ച ദാവീദ് വിട്ടുകൊടുത്തില്ല കേട്ടോ. വായിച്ചേ മോളെ, താഴോട്ട് വായിച്ചേ. ദാവീദ് യഹോവയോട് ചോദിച്ചപ്പോൾ നീ നേരെ ചെല്ലാതെ അവരുടെ പിമ്പുറത്ത് കൂടെ വളഞ്ഞു ചെന്ന്. ദൈവത്തിന് ഓരോ പ്രാവശ്യവും ഓരോ സ്ട്രാറ്റജിയാ. നേരത്തെ പറഞ്ഞു നേരെ ചെല്ലണം, വെള്ളച്ചാട്ടം പോലെ ഞാൻ ജയിപ്പിക്കാം. പക്ഷെ ഈ പ്രാവശ്യം ദൈവം പറയുന്നു നീ നേരെ ചെല്ലണ്ട, എന്ത് ചെയ്യണം? അവരുടെ പിമ്പുറത്ത് കൂടെ. നേരത്തെ വെള്ളച്ചാട്ടം പോലെ വിടുവിച്ചതാ. പക്ഷെ ഇപ്പം നീ ചെയ്യേണ്ട കാര്യം
നേരെ ചെല്ലണ്ട, എന്ത് ചെയ്യണം? അവരുടെ പിമ്പുറത്തുകൂടെ, അവരെ പുറകെ കൂടെ ചെന്നിട്ട് വളഞ്ഞു ചെന്ന് ബാക്കാ വൃക്ഷങ്ങൾക്കെതിരെ വെച്ച് അവരെ നേരിടുക. ബാക്കാ വൃക്ഷങ്ങൾക്കെതിരെ എല്ലാ പ്രസംഗത്തെ സമയമായി, ഒത്തിരി പറയേണ്ട കാര്യം ഒറ്റ ബാക്കി പറഞ്ഞു നിർത്തുക. ബാക്കാ വൃക്ഷങ്ങൾക്ക് എതിരെ വെച്ച് അവരെ നേരിടണം. ദൈവ സ്പോട്ട് പറയുക, ലൊക്കേഷൻ പറയുകയാണ്. നീ നേരെ ചെല്ലണ്ട, പുറകെ കൂടെ ചെല്ലണം. സ്തോത്രം. ശ്രദ്ധിച്ചേക്കണേ, നിർത്താൻ പോവുക പ്രസംഗം. ഇത് കഴിയുമ്പോൾ ആരാധിക്കും. ലാസ്റ്റ് മെസ്സേജാ. നിന്റെ ശത്രുവിടെ നേരെ നീ തിരിച്ചൊന്നും പറയണ്ട, തിരിച്ചടിക്കാൻ പോകണ്ട, തിരിച്ച് യുദ്ധം ചെയ്യാൻ പോകണ്ട. ദൈവം പറയുന്നവർ ചെയ്താൽ മതി. നേരെ മുമ്പിൽ കൂടെ പോകണ്ട, പുറകിൽ കൂടെ പോകണം. അവിടെ ഒരു ബാഘാവൃക്ഷം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. ബാഘാവൃക്ഷങ്ങൾക്ക് അരികെ നീ എന്ത് ചെയ്യണം? പറ, നിൽക്കണം. അടുത്തത്, ബാഘാവൃക്ഷങ്ങളുടെ അഗ്രങ്ങളിൽ കൂടി നോക്കണേ. ബാഘാവൃക്ഷങ്ങളുടെ അഗ്രങ്ങളിൽ കൂടെ അണി നടക്കുന്ന ഒച്ച പോലെ കേൾക്കും. ഒച്ച പോലെ നീ കേൾക്കും. ഫെലിസ്ത്യൻ കേൾക്കത്തില്ല. ആര് കേൾക്കും? പറ. ചില ഇതാദ്യമായിട്ട് കേൾക്കുന്നതല്ല. വല്ലപ്പോഴൊക്കെ ബൈബിൾ വായിക്കണേ, എന്നാലേ ഈ പരിപാടിയൊക്കെ മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. ഇത് മനസ്സിലായാൽ നീ ഇന്ന് രക്ഷപ്പെട്ടു. ആമേൻ. നിന്റെ സൈഡിലുള്ള ബാഘാവൃക്ഷം, അത് ദൈവം പറഞ്ഞ വൃക്ഷമാണ്. അവിടെ പോയി നീ കൈയും കെട്ടി നിൽക്കണം. നിൽക്കുമ്പോൾ ദൈവം ചെയ്യുന്ന കാര്യം, ബാഘാവൃക്ഷങ്ങളുടെ അഗ്രങ്ങൾ അതിന്റെ വൃക്ഷങ്ങളുടെ അഗ്രങ്ങളിൽ കൂടെ അണി നടക്കുന്ന ഒച്ച പോലെ കേൾക്കും. നീ ഒരു ഒച്ച കേൾക്കും, അണി നടക്കുന്ന ഒച്ച. അടുത്ത വായിച്ചേ. അപ്പോൾ വേഗത്തിൽ ചെല്ലുക. അപ്പോൾ നീ എന്ത് ചെയ്യണം? വേഗത്തിൽ ചെല്ലുക. നോക്കണേ, ദൈവം ഒരു സിഗ്നൽ പറയുക. നീ ചെന്ന് നിൽക്കുന്ന സ്ഥലത്തൊരു ബാഘാവൃക്ഷമുണ്ട്. അത് വലിയ വലിയ ഇലച്ചിലോടെ നിൽക്കുന്നൊരു വൃക്ഷമാണ്. അവിടെ നിങ്ങൾ പുറകെ വന്ന് നിൽക്കുമ്പോൾ, നീ നിൽക്കുന്ന ബാഘാവൃക്ഷത്തിൻ്റെ മേളിൽ നീ നിൽക്കുമ്പോൾ, നീ താഴെ നിൽക്കുമ്പോൾ നീ ഒരു ഒച്ച കേൾക്കും. എന്താ ഒച്ച? അതിൻ്റെ അഗ്രങ്ങളിൽ കൂടെ അണി നടക്കുന്ന ശബ്ദം. സ്തോത്രം. എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. അണി നടക്കുന്ന ശബ്ദം. നീ താഴെ നിൽക്കുന്നു, മേളിൽ അണി നടക്കുക, അനക്കം. സ്തോത്രം. ആ അനക്കം ഉണ്ടാകുമ്പോൾ നീ യുദ്ധത്തിന് പോകണം. എന്താ അനക്കം? വല്ലതും പിടി കിട്ടിയോ? ദൂതസഞ്ചയം ഇറങ്ങിയിരിക്കുക. ദൂതസഞ്ചയങ്ങൾ ഇറങ്ങിയിരിക്കുക. ദാവീദിന്റെ സൈന്യത്തെക്കാൾ 10,000 മടങ്ങ് സ്വർഗത്തിലെ ആർമി ഇറങ്ങിയിരിക്കുക ദാവീദിനെ രക്ഷിക്കാൻ. അച്ഛാ, മുമ്പേ വെള്ളച്ചാട്ടം പോലാണെങ്കിൽ ഈ പ്രാവശ്യം കൊടിമുഴക്കം പോലെ ദൈവം മാനിക്കാൻ പോകുക. കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറ. ബാഘാവൃക്ഷങ്ങൾക്ക് അഗ്രങ്ങളിൽ കൂടെ അണി നടക്കുന്ന ദൂതന്മാരുടെ സഞ്ചയത്തെ ദൈവം അയച്ചിരിക്കുന്നു ദാവീദിന് വേണ്ടി. കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറ. ശക്തിയോടെ, അഭിഷേകത്തോടെ, ശക്തിയോടെ. ഞാൻ നിർത്താൻ പോകുക. താഴെ പറഞ്ഞിരിക്കുന്നു, യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു. ബാഘാവൃക്ഷങ്ങൾക്ക് മേളിൽ നരേന്ദ്രമോദി വരുമ്പോൾ 4,000-5,000 പോലീസുകാരെ വിന്യസിക്കുന്നത് പോലെ സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ സേന ദാവീദിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് റൂട്ട് മാർച്ച് ചെയ്ത് വന്നിരിക്കുക. താഴെ നിൽക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് മേളി വൃക്ഷത്തിന്റെ കൊമ്പിന്റെ മേളി നിൽക്കുക. അവർ ചുമ്മാ നിൽക്കല്ല, അണി നടക്കുക. നീ ഉറങ്ങിക്കിടക്കുമ്പോഴും അണി നടക്കുന്ന ദൂതന്മാർ, നീ വണ്ടി ഓടിക്കുമ്പോഴും അണി നടക്കുന്ന ദൂതന്മാർ, നീ പരീക്ഷയ്ക്ക് പോകുമ്പോഴും അണി നടക്കുന്ന ദൂതന്മാർ. ഓ റബ, നീ ആശുപത്രി കിടക്കുമ്പോഴും അണി നടക്കുന്ന ദൂതന്മാർ, നീ ഉറങ്ങുമ്പോഴും ആ ബാഘാവൃക്ഷങ്ങളുടെ മേലിൽ അണി നടക്കുന്ന ദൂതന്മാർ. കൈയടിച്ച് സ്വാതന്ത്ര്യം പറ. ഇന്ന് പകൽ അണി നടക്കുന്ന ദൂതന്മാർ തന്റെ ഭക്തന്മാർക്ക് വേണ്ടി. ഓ പോരാ, അണി നടക്കുന്ന ദൂതന്മാർ. ശക്തിയോട് കൈയടിച്ചാട്ടെ. അണി നടക്കുന്ന ദൂതന്മാർ.
നോക്കിയേ, ഒരു ദൂതൻ അശൂർ പാളത്തിൽ ഇറങ്ങിയപ്പോൾ 1,85,000 പേരെ കൊന്നു. ഒരു ദൂതൻ അശൂർ പാളയത്തിൽ 1,85,000 പേരെ കൊന്നു. അങ്ങനെ ദൂതന്മാർ അണി നടന്നാൽ എന്നാ പരിപാടി? ഫെരിസിനെ നക്കി തുടയ്ക്കും. നീ ഒന്നും ചെയ്യണ്ട. ദൈവം എഴുന്നേൽക്കുമ്പോൾ വാക്യം പറയുന്നു, അവന്റെ ശത്രുക്കൾ എന്ത് ചെയ്യും? ഉറക്കെ പറ, ചിതറിപ്പോകും. അടുത്ത വാക്യം കേൾക്കണോ? പുക പതറിക്കുന്ന പോലെ നീ അവരെ പതറിക്കും. അടുത്ത വാക്യം, തീങ്കൽ മെഴുകുരുകുന്നത് പോലെ. 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 ദൈവം എഴുന്നേൽക്കുമ്പോൾ അവരെ ശത്രുക്കൾ ചിതറിപ്പോകും. അവരെ ഭയക്കുന്നവർ അവരെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. പുക പതറിക്കുന്നത് പോലെ ഞാൻ അവരെ പതറിക്കും. കൈയടിച്ച് ഉറക്കെ സ്വതന്ത്രം പറ, കൈയടിച്ച് സ്വതന്ത്രം പറ. ഇന്ന് പൽക്കാലം നിന്നെ മാനിക്കുന്ന ഒരു ദൈവം, ദൂതന്മാരുടെ സഞ്ചയം, ദൂതന്മാരുടെ കാവൽ. പോരാ, കൈയടിച്ച് സ്വതന്ത്രം പറ. റീബല ബൗഡ കമ്പല ബൗഡ റീബല അണി നടക്കുന്ന പോലെ, വൃക്ഷങ്ങളുടെ മേലിൽ അണി നടക്കുന്നത് പോലെ ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവൽ. പോരാ പോരാ, കൈയടിച്ച് സ്വതന്ത്രം പറ. ശക്തിയോടെ ദൈവത്തെ ആരാധിക്കേ. ഓരോ ബല ദല റബ ഖല ദല. യേശുവിന്റെ നാമത്തിൽ ജയം. റീബല ബൗഡ കമ്പല ബൗഡ. ശക്തിയോട് കൈയടിച്ച് ദൈവത്തിൽ സ്വതന്ത്രം പറ. ആമേൻ. ശ്രദ്ധിച്ചേ, നിങ്ങളോട് പറയാൻ ഞാൻ ഇവിടെ വന്നിരിക്കുന്നേ, പുറത്തുള്ള നിങ്ങളോട്. ദാവീദ് യുദ്ധം ചെയ്യുമ്പോൾ വൃക്ഷങ്ങൾക്ക് മേളിൽ കൂടെ അണി നടക്കുന്ന ദൂതന്മാർ. ഇന്ന് ശബ്ദം കേട്ടിട്ടേ പോകാവൂ. ദൂതൻ ഇറങ്ങിയാൽ അത്ഭുതം നടക്കും. ദൂതൻ ഇറങ്ങിയാൽ വിടുതൽ നടക്കും. നിന്റെ തലമുറയ്ക്ക് നേരെ, ശരീരത്തിന് നേരെ, ബിസിനസ്സിന് നേരെ, നിന്റെ ആത്മീയ ജീവിതത്തിന് നേരെ ഒളിയപ്പെട്ട് പോരാടുന്ന ഫെലിസ്ത്യ ശക്തികൾ ഇന്നത്തെ ആരാധനയിൽ യേശുവിന്റെ നാമത്തിൽ അഭിഷേക ശക്തി വ്യാപരിച്ച്, കൃപ വ്യാപരിച്ച്, അണി നടക്കുന്നത് പോലെ ദൂതന്മാരെ കാവൽ നിന്റെ മേൽ ദൈവം തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. കൈയടിച്ച് ഉറക്കെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തെ സ്തുതിക്ക്. കൈകൾ അടിച്ച ശക്തിയോട് യേശുവിന്റെ നാമത്തിൽ ദൈവ ശക്തി വ്യാപരിക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റാട്ടെ. ഇന്ന് മഴക്കാലം ദൈവശക്തി വ്യാപരിക്കുകയാണ്. റീബല ബൗഡബ ലക്ഷ സമ്പൽ കലാദലി. റീബല ബൗഡബ ലക്ഷ സമ്പൽ കലാദലാദലി. അവിടെ എല്ലാവരും എഴുന്നേറ്റാട്ടെ. ആമേ, സ്തോത്രം പറയിപ്പിക്കാൻ സമയമില്ല. എല്ലാവരും കൈയടിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് മഴക്കാലം യേശുവിന്റെ നാമത്തിൽ കൈകൾ അടിച്ച് സ്തോത്രം പറ. കൈകൾ തട്ടി സ്തോത്രം പറ. കൈകൾ തട്ടി സ്തോത്രം പറ. ഒരു വലിയ വിടുതൽ വ്യാപരിക്കട്ടെ. ഒരു വലിയ വിടുതൽ വ്യാപരിക്കട്ടെ. ഒരു വലിയ ശക്തി വ്യാപരിക്കട്ടെ. കൈ അടിച്ച് ഉറക്കെ സ്തോത്രം പറ. ചില അണിക ശബ്ദങ്ങൾ ഇന്ന് മകൾ വെളിപ്പെട്ട് വരട്ടെ. അന്ധകാര വ്യാപാരങ്ങൾ, പൈശാചിക വ്യാപാരങ്ങൾ, അന്യാരാധന പോരുകൾ, ആഭിചാര കെട്ടുകൾ ഇന്ന് മഴക്കാലം യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. കൈകൾ അടിച്ച് ദൈവം സ്വാതന്ത്ര്യം പറ. ഇന്ന് മഴക്കാലം ഒച്ച കേൾക്കണം. അണി നടക്കുന്ന ഒച്ച, അണി നടക്കുന്ന ഒച്ച, അണി നടക്കുന്ന ഒച്ച, അണി നടക്കുന്ന ഒച്ച. ഓരോ ബല ദല റബ കല ദല റബ റബ. പാട്ടുപാടി ആരാധിക്കും മുമ്പ് 34 സങ്കീർത്തനത്തിൽ വാക്യം പറയുകയാണ്. യഹോവയുടെ ദൂതൻ
തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും ഉറക്കെ പറഞ്ഞു പാളയം ഇറങ്ങി വിടുവിക്കും. ഒന്നുകൂടെ ശക്തിയോട് പറഞ്ഞു യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി വിടുവിക്കും. കൈ അടിച്ചു പറഞ്ഞു യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി വിടുവിക്കും. ശ്രദ്ധിച്ച് നിങ്ങൾ രാത്രി വെട്ടി തനിച്ചായിരിക്കുമ്പോൾ അല്ലെ 2-3 പേര് ഉള്ളെങ്കിലും നിങ്ങളുടെ ചെവിയിൽ ഈ ശബ്ദം ഉണ്ടാകും, ഏതോ അനങ്ങുന്നു. അന്നേരം ഓർത്തോണം, അത് പിശാചല്ല, അത് അന്ധകാര ശക്തിയല്ല, ആമേൻ, അത് ആനയും പാമ്പും അല്ല, അത് ദൂതനാ. അവൻ അണിനിരക്കുക. നിന്റെ മോന്തായത്തിൻ്റെ മേൽ, നിന്റെ ടെറസിന്റെ മേൽ, നിന്റെ വീടിന്റെ മേൽ കള്ളന്മാർ വരുമ്പോൾ, കൊള്ളക്കാർ വരുമ്പോൾ അവന്റെ ദൂതന്മാർ അണി നടക്കുക. ഇന്ന് അണി നടക്കുന്ന കാഴ്ച കേൾക്കണം, ശബ്ദം കേൾക്കണോ? എന്താ മോളെ